Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ മെയിൻസ് എക്സാം ഈ വർഷത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത 2021 പ്രിലിംസിന്റെ മുന്നേയുള്ള നമ്മുടെ ഈ കുറഞ്ഞ മാസങ്ങൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായ രീതിയിലും ഫ്രൂട്ട്ഫുൾ ആയ രീതിയിലും എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുത്ത് പ്രിലിംസ് ഷുവറായിട്ടും എങ്ങനെ നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത്. അതിൽ ഞാൻ പറയുന്നത് ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളും അതിനുശേഷം ഒരു മോഡൽ പ്ലാനിങ്. ഓക്കെ, ഇനി വരുന്ന മാസങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ ഏത് മാസമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഏകദേശം ഒരു 5 മാസവും കുറഞ്ഞ ദിവസങ്ങളുമാണ്. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ആ ദിവസങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, സ്ട്രാറ്റജി തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് തരുന്നത്. ഇത് എൻ്റെതായ ഒരു മോഡൽ സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, ഇതിനെ അനുകരിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലൊരു പ്ലാനിങ് ഉണ്ടാക്കി അത് നടപ്പിലാക്കി പ്രിലിംസ് ഈസി ആയിട്ട് നേടിയെടുത്ത് അടുത്ത വർഷം മെയിൻസ് എഴുതുന്ന വിദ്യാർത്ഥികളിൽ നിങ്ങൾ നിർബന്ധമായും ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ്. അതിനുവേണ്ടി പൂർണ്ണമായിട്ടും കാണുക, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി തയ്യാറാക്കേണ്ട കാര്യങ്ങൾ തയ്യാറാക്കുക. പ്ലാനിങ് തയ്യാറാക്കേണ്ടവർ ഇന്ന് തന്നെ പ്ലാനിങ് തയ്യാറാക്കുക, ഒരിക്കലും നാളത്തേക്ക് എന്ത് ചെയ്യുക, മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ട മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താകുന്നു അതിലേക്ക് ചേരാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രിലിംസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടേതായ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ഡൗട്ട്സുകളും എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രാക്റ്റീവായിട്ട് നമുക്കതിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട് എന്ന് അറിയിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ നല്ല രീതിയിൽ അവർക്ക് പ്രിപ്പറേഷനിലേക്ക് അഥവാ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമുണ്ടെങ്കിലോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും എന്താവുന്നതാണ്, ഇവിടെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ 6 മാസം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇനിയുള്ള മാസങ്ങൾ എത്ര മാസങ്ങൾ നമ്മൾ മുന്നിലുള്ളതെങ്കിലും അത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ പ്ലാനിങ്, ഒരു മോഡൽ പ്ലാനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനിങ് ആണ്, അതൊരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള സമയം ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ, ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടൊരു പ്ലാനിങ് ആവശ്യമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതുപോലെ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ ഏതൊരാൾക്കും സമയം ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളുടെ സമയം വേസ്റ്റ് ആയി പോകും. ആ പ്ലാനിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഡെയിലി പ്ലാൻ വേണം, മന്ത്ലി പ്ലാൻ വേണം, അതുപോലെ തന്നെ വീക്കിലി എല്ലാ തരം പ്ലാനിങ്ങുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പ്ലാനിങ്ങിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റിവിഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളുടെ റിവിഷനാണ് നമുക്ക് ഇനി നടക്കേണ്ടത്. നമ്മളുടെ ഈ 5 മാസം നടക്കേണ്ടത്. അത് നിങ്ങൾ ഏതൊക്കെ ഏരിയകൾ റിവിഷൻ ചെയ്യണം നിർബന്ധമായിട്ടും. ഒന്ന്, നിങ്ങൾ പഠിച്ചു വെച്ച ഓപ്ഷണൽ സ്റ്റഡീസ്. ഓക്കെ, കഴിഞ്ഞ നമ്മളുടെ ഒരു ഏത് ഫേസ് ആയിട്ട് 3 സ്ട്രാറ്റജി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് പ്രകാരം 3 ഫേസ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ ഫേസ് ജനുവരിയോട് കൂടി ഏകദേശം അവസാനിക്കുന്ന രീതിയിൽ ഓപ്ഷണൽ സബ്ജക്റ്റാണ് പല ആളുകളും പഠിച്ചിട്ടുണ്ടാവുക. ആ പഠിച്ചു വെച്ച ഓപ്ഷണൽ സബ്ജക്റ്റ് റിവിഷൻ അവിടെ നടക്കണം. ഇനി വല്ലവരും ഓപ്ഷണൽ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കംപ്ലീറ്റ് ആയ ആളുകൾ ഒന്ന് ഓപ്ഷണൽ സബ്ജക്റ്റ് റിവിഷൻ നടക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മെയിൻസ് പഠനം അവസാനിപ്പിച്ച ആളുകളാണെങ്കിൽ അഥവാ ഒരു പ്രാവശ്യമെങ്കിലും റിവിഷൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞ ആളുകൾ അതിൻ്റെ റിവിഷൻ നടക്കേണ്ടത് ഈ ഫേസിലാണ്, ഈ സമയത്ത് നടക്കേണ്ടതാണ്. അത് കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, 1-2 മാസം കൂടി എടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസ് പഠനം അഥവാ മെയിൻസും ബന്ധപ്പെട്ട സിലബസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, കാരണം പ്രിലിംസിൽ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ള ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം മെയ് മുതൽ അഥവാ കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു സിവിൽ സർവീസ് എക്സാം പ്രിലിംസ് എക്സാം നടക്കും തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ആ ഒരു ഫെബ്രുവരി വരെ മാർച്ച് വരെയൊക്കെയുള്ള ടോപ്പിക്സുകളെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മെയ് മുതൽ ഈ മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് വായിക്കണം എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷനോ മറ്റുള്ള ഏതെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ മന്ത്ലി കമ്പൈലേഷൻ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, അത് വായിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷൻ സബ്ജക്ട് റിവിഷൻ നടക്കണം, മെയിൻസിൻ്റെ റിവിഷൻ നടക്കണം.
പിന്നെ ഈ മെയിൻസിന് തന്നെ എന്ത് ചെയ്യണം, പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ റിവിഷൻ നടക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ മെയിൻസിനാണെങ്കിൽ കുറച്ച് ഒരു അനലിറ്റിക്കൽ വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്രിലിംസ് കണ്ടുകൊണ്ടുള്ള പഠനം നടക്കണം ഈ റിവിഷനിൽ. ഓക്കെ, അതാണ് രണ്ടാമതായി ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് പ്ലാനിങ്, രണ്ടാമതായിട്ട് റിവിഷനാണ്, മൂന്നാമതായിട്ട് ടെസ്റ്റ് സീരീസുകളാണ്, അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതൊരു 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഓപ്ഷൻ സബ്ജക്റ്റിൻ്റെ, നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞ ആളുകൾ അത് റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ പഠിച്ചത് കറക്റ്റ് UPSCയുടെ ലെവലിലാണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ഓപ്ഷണൽ സ്റ്റഡീസിൻ്റെ ആൻസർ റൈറ്റിംഗ് നടക്കണം എന്നുള്ളതാണ് ഈ ഒരു 1-2 മാസം. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോക്ക് ടെസ്റ്റിന് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻ സബ്ജക്റ്റ് സ്റ്റഡീസ് നടത്താം, അഥവാ എക്സാം റൈറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടും മോഡൽ ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളും അവൈലബിൾ ആണ്. നെറ്റിലൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അനലൈസ് ചെയ്യണം നിർബന്ധമാണ്. ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലും ശരിയാണോ തെറ്റാണോ എന്നുള്ളതും, എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും, എവിടെയൊക്കെയാണ് ഇനി കറക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതും, എന്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും UPSCയിൽ എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻസ് സ്റ്റഡീസിൻ്റെ എന്ത് ചെയ്യണം, അഥവാ GS പേപ്പേഴ്സിൻ്റെ റൈറ്റിംഗ് നടക്കണം എന്നുള്ളതാണ്. GS പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റിൽ ചേർന്നുകൊണ്ട് നല്ലൊരു ടെസ്റ്റ് സീരീസ് നടത്താം. ഇനി അഥവാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡെയിലി 1-2 ക്വസ്റ്റ്യൻസ്, അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതിലും ഞാൻ പറഞ്ഞതുപോലെ നിർബന്ധം നിങ്ങൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റുകൾ, അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാർഗം നിർബന്ധമായിട്ടും ഞാൻ ഏറ്റവും നന്നായിട്ട് പ്രിഫർ ചെയ്യുന്ന 90% ആളുകളും അത്രയും പെർഫെക്റ്റ് ആയ ആളുകൾ മാത്രമേ ടെസ്റ്റ് സീരീസ് ചേരാതിരിക്കേണ്ടിയുള്ളൂ. അല്ലാത്ത ആളുകൾ കഴിയുന്നവരൊക്കെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ UPSCക്ക് ആവശ്യം ഡിമാൻഡ് അനുസരിച്ച് പഠിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ നിർബന്ധമായിട്ടും നമ്മളുടെ കണ്ടന്റ് ഭാഗങ്ങൾ വരുന്ന രീതിയിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്ന രീതിയിലും എല്ലാം എന്ത് ചെയ്യണം, പ്രിലിംസിനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പ്ലാനിങ് ഉണ്ടാക്കുന്നത് അന്ന് മുതൽ ഒരു ദിവസം ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതൊരു അവസാനത്തെ 2 മാസം വരുമ്പോൾ നമുക്ക് ഡെയിലി ഓരോരോ ടെസ്റ്റ് പേപ്പേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ ഒന്ന് മോക്ക് ടെസ്റ്റിൽ ചേരുകയാണെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ വീക്കിലിയാണ് അവർ ടെസ്റ്റ് ഉണ്ടാവുക. ഓരോ വീക്കിലേക്ക് നമ്മൾ ഓരോ ടോപ്പിക്, ഓരോ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ടെസ്റ്റും അതിനുശേഷം ഫുൾ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടൊന്ന് ചേരുക. അതിനോടൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ സംഘടിപ്പിച്ച് ഡെയിലി ഒരു 50 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഇന്നു മുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. പ്ലാനിങ്, അതുപോലെ തന്നെ റിവിഷൻ, ദെൻ മോക്ക് ടെസ്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഒരു മോഡൽ പ്ലാനിങ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ മുന്നിലുള്ള ഈ ഒരു 5 മാസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള എൻ്റെതായ ഒരു പ്ലാനിങ് ഞാനൊക്കെ ആണെങ്കിൽ തയ്യാറാക്കുന്ന ഒരു പ്ലാനിങ് നിങ്ങൾ അറിയിക്കുന്നത്. ഇത് ചെറുത മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. നമ്മുടെ മുന്നിൽ 5 മാസമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുകയാണെങ്കിൽ, ഓക്കെ, അവസാനത്തെ 3 മാസം കൂടുതലായിട്ടും പ്രിലിംസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട 3 മാസമാണ് അവസാനത്തെ 3 മാസം. അപ്പോൾ 2 ഫേസ് ആയിട്ട് തന്നെ മാറ്റം വരുത്താവുന്നതാണ്. ഇനിയുള്ള 2 മാസം, അതിനുശേഷം വരുന്ന പ്രിലിംസിന്റെ അടുത്ത് വരുന്ന 3 മാസം, ഈ 2 മാസത്തിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിൽ നിങ്ങൾ ഏത് കാര്യങ്ങളാണ് ഫോക്കസ് കൊടുക്കേണ്ടത്? ഒന്ന്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച ഓപ്ഷണൽ സ്റ്റഡീസിന്റെ റിവിഷന് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻസ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ അതിന്റെ റിവിഷൻ, കംപ്ലീറ്റ് ചെയ്യാത്തവർ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാവുന്ന ഒരു മാസം കൂടിയാണ് ഈ 3 മാസം എന്നുള്ളതാണ്. ഓപ്ഷൻ മെയിൻ സ്റ്റഡീസിന്റെ ഒരു പ്രാവശ്യമെങ്കിലും റിവിഷൻ എന്ത് ചെയ്യുക, ഈ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കറണ്ട് അഫയേഴ്സ് മന്ത്ലികൾ എന്ത് ചെയ്യുക, അതും ഈ മാസത്തിനുള്ളിൽ, അഥവാ നമ്മളുടെ അതുവരെയുള്ള നിങ്ങൾ ഈ 2 മാസം ഫെബ്രുവരി മാർച്ച് തീരുമ്പോഴത്തേന് കഴിഞ്ഞ മെയ് മുതൽ ഈ മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വായിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഈ ഫസ്റ്റ് ഫേസിൽ ഈ 2 മാസത്തിൽ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ വായിച്ചു തീർക്കേണ്ടത് അതാണെങ്കിൽ ചെയ്തു തീർക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻസാണ് നമ്മൾ ഏറ്റവും മെയിൻ എക്സാം എന്നുള്ളത്. അതിൽ റാങ്ക് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അതിൽ മാർക്ക് കിട്ടിയാലേ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ.
അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നത് മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 മാസം ഡെയിലി ചെയ്യുക. അതുപോലെ തന്നെ മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഭാഗങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ഡെയിലി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസ്, ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യുക, ചെയ്യാം. 50 ക്വസ്റ്റ്യൻ പറ്റാത്ത ആളുകൾ നിങ്ങളുടേതായ രീതിയിൽ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ 50 ക്വസ്റ്റ്യനിൽ ഒരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾ കറണ്ട് അഫയേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ഏരിയയിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 25 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, 25 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഓരോ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡെയിലി ഒരു 4 ദിവസം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒരു 50 ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടും പിന്നെ ആഴ്ചയിൽ വീക്കിലി 1-2 ദിവസം എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് വരുന്ന രീതിയിലുള്ള 50 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ സെക്കൻഡ് ഫേസ്, ഓക്കെ, പിന്നെയുള്ള 3 മാസം, അതായത് പ്രിലിംസ് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 3 മാസം. ഞാൻ മെയിൻസ് ആണ് നമ്മളുടെ മെയിൻ എക്സാം, അതിനെ ബേസ് ചെയ്ത് നമ്മൾ റാങ്ക് ഇടുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പ്രിലിംസ് നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെയിൻസ് ചെയ്താന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത 3 മാസം അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിർബന്ധമായിട്ടും പ്രിലിംസ് നമുക്ക് കവർ ചെയ്യണം, ക്ലിയർ ചെയ്യണം. അതൊരു എലിമിനേഷൻ ഗ്രൗണ്ട് ആണെങ്കിൽ കൂടിയും പ്രിലിംസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അതിനെ ഫോക്കസിനുള്ള 3 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. റിവിഷൻ നടക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഓപ്ഷണൽ സ്റ്റഡീസിൻ്റെ റിവിഷൻ്റെ സമയം കുറയ്ക്കാം, മെയിൻസിൻ്റെ റിവിഷൻ്റെ സമയം കുറയ്ക്കാം. മറ്റുള്ള പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിൻസിൽ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യുക, ഒന്ന് ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഫാക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ 3 മാസം ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. 3 മാസം നമ്മളെ മുന്നിലുള്ളതെങ്കിൽ 90 ദിവസങ്ങളുടെ മുന്നിൽ കിട്ടുന്നതാണ്. ഓക്കെ, 90 ദിവസത്തിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, ഒരു അറ്റ്ലീസ്റ്റ് 100 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. അത് മാക്സിമം പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന പല രീതിയിലുള്ള അവരുടെയൊക്കെ മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 ഫുൾ ടെസ്റ്റ് എങ്കിലും എന്ത് ചെയ്യണം, പല സോഴ്സിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഒരു 20-25 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് സീരീസ് ഒക്കെയാണ് പല ആളുകളും എന്ത് ചെയ്ത് തീർക്കൽ. അപ്പോൾ അത് ഒന്നെങ്കിൽ ഡെയിലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ പ്ലാനിങ് വെച്ചുകൊണ്ട് ചെയ്യുക. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 100 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ട് നമ്മളിപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ടാണ്. 2 മണിക്കൂർ എടുത്ത് എക്സാം പോലെ ഇരുന്ന് എഴുതാം. ഓക്കെ, പല ആളുകളും ഇപ്പോൾ ഓഫ്ലൈനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്നാവും ചെയ്യുന്നത്. അപ്പോൾ അത് എക്സാമിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. അത് എന്ത് ചെയ്യണം, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, എവിടെ എത്ര മാർക്ക് എനിക്ക് കിട്ടി, മാർക്ക് എത്ര കിട്ടി എന്നുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി എവിടെ നമുക്ക് തെറ്റി, എന്താണ് എൻ്റെ ഫാൾട്ട്, എന്താണ് വീക്ക് ഏരിയ എന്നുള്ളത് കറക്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. ഏത് സബ്ജക്റ്റിലാണ് ഞാൻ വീക്ക്, ഏത് സബ്ജക്റ്റാണ് എനിക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ളത്, അതൊക്കെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യണം, മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ റിവിഷൻ ചെയ്യാനും അതിന് ചില സബ്ജക്റ്റിന് കുറഞ്ഞ സമയം കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രിലിംസ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതിലൊരു കാര്യം കൂടെ നിങ്ങൾ വിട്ടുപോകരുത്, സിസാറ്റ്. ഓക്കെ, പല ആളുകളും നമ്മൾ പല സമയത്തും നമ്മൾ നെവർ മൈൻഡ് ആക്കി വിടുന്ന ഒരു ഏരിയയാണ് സിസാറ്റ്. സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, പല ആളുകളും സിസാറ്റ് നോക്കാറില്ല. അപ്പോൾ സിസാറ്റ് ഓരോ വർഷവും ടഫായി വരുന്ന രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സിസാറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 മാസത്തിന് മുന്നേ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് വളരെ മാത്സും ഇംഗ്ലീഷും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഫസ്റ്റ് ഫേസ് മുതൽ തന്നെ എന്ത് ചെയ്യണം, സിസാറ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു സിസാറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ഒരു ഫുൾ ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ഒരു എക്സാം പോലെ ഇരുന്ന് 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും ചെയ്യുക. എന്നിട്ട് എത്രത്തോളം മാർക്ക് എനിക്ക് നേടാൻ പറ്റുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ലെവൽ സിസാറ്റിൽ എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളൊരു സേഫ് സോണിലാണ്, ഒരു 90 അല്ലെങ്കിൽ 80 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതില്ല. എന്നാൽ അതേ മറിച്ച് ഒരു 60-ന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല, മാത്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള കൺഫ്യൂഷനാണ് വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നിങ്ങളത് ടെസ്റ്റ് സീരീസ് നടത്തിയ മുതൽ, ആ ടെസ്റ്റ് നടത്തിയ മുതൽ എന്ത് ചെയ്യുക, വ്യക്തമായൊരു പ്ലാനിങ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം, അത് പരിഹരിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, അപ്പോൾ സിസാറ്റ് നെവർ മൈൻഡ് ആക്കി വിടരുത്. സിസാറ്റ് ക്ലിയർ ചെയ്യാത്ത പല ആളുകളും എനിക്ക് പരിചയമുണ്ട് ഈ വർഷം. ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്ത് സിസാറ്റ് ക്ലിയർ ചെയ്യാത്ത പല ആളുകളും അത് ക്ലിയർ ആവും എന്നുള്ള പ്രതീക്ഷയിൽ എക്സാം എഴുതി
നമ്മൾ GS കംപ്ലീറ്റ് ക്ലിയർ ആയി സിസാറ്റ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ വിഷമം കൂടുതലായിരിക്കും. അപ്പോൾ സിസാറ്റിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ടു പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ സാഹചര്യത്തിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. ആ പ്ലാനിങ് എന്ത് തന്നെ വന്നാലും എന്ത് ചെയ്യുക, നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ഇതേ രീതിയിലും ഇതിപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുമുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മളുടെ ഒരു പഠനം ഒരു മെന്റർഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുടെ മെന്റർഷിപ്പിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അല്ല നിങ്ങൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ വ്യക്തമായ പ്ലാനിങ് ഉണ്ടാക്കി നമ്മൾ സ്വയം സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് ഓരോ സമയത്തും എൻ്റെ സ്റ്റേജ് എവിടെയാണ്, എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലായ്പ്പോഴും മനസ്സിലാക്കിക്കൊണ്ടും അത് തിരുത്തിക്കൊണ്ടും റെക്ടിഫൈ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും എല്ലാം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. ന്യൂസ് പേപ്പർ